വലിയ നോമ്പിലെ 27-ാം ദിവസം. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തിൽ ഓരോ മനുഷ്യ ഹൃദയവും ആഗ്രഹിക്കുന്ന ഒരു സത്യത്തെക്കുറിച്ച് ഈശോ സംസാരിക്കുകയാണ്. സന്തോഷം, സൗഹൃദം, സ്നേഹം. ഈശോ പറയുന്നു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. നോമ്പുകാലത്ത് ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പരിശുദ്ധ നോമ്പുകാലത്തെ ത്യാഗത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒക്കെ സമയമായിട്ടാണ് നാം പലപ്പോഴും കരുതുന്നത്. അതങ്ങനെയാണ് താനും. എന്നാൽ എല്ലാ ത്യാഗങ്ങളുടെയും ഉദ്ദേശ്യം ആഴമേറിയ സന്തോഷമാണെന്ന് ഈശോ ഈ വചനഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ ലോകം സന്തോഷം തേടുന്നത് വിജയത്തിലും സുഖത്തിലും സ്വത്തുക്കളിലും അംഗീകാരത്തിലുമൊക്കെയാണ്. എന്നാൽ അവയൊന്നും നമ്മുടെ ഹൃദയത്തെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈശോ നൽകുന്ന സന്തോഷം നമുക്ക് ലഭ്യമാകുന്നത് അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിലൂടെയാണ്. ഒരു വ്യക്തി താൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് അറിയുകയും ആ സ്നേഹത്തിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന് കുറെ കൂടി ആഴമായ മാനവും പക്ഷെ വലിയ സമാധാനവും കൈവരുന്നു. ഈ ലോകത്തിലെ യാതൊന്നിനും അത് നമ്മിൽ നിന്ന് എടുത്തു മാറ്റാനും സാധ്യമല്ല. അവിടുന്ന് തുടർന്ന് പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. ഈശോ നമ്മെ സ്നേഹിതർ എന്ന് വിളിക്കുന്നു. സ്നേഹവും വിശ്വാസവും പരസ്പരം കരുതലുമുള്ള രണ്ടു പേരുടെ ബന്ധമാണ് സൗഹൃദം. അങ്ങനെയാണ് നാം അത് മനസ്സിലാക്കുന്നത്. ഇവിടെ ക്രിസ്തു നമ്മിൽ നിന്ന് അകലെയല്ല. അവന്റെ സൗഹൃദത്തിലേക്ക് അവൻ നമ്മെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ചരിക്കുവാനും അവനെ ശ്രദ്ധിക്കുവാനും അവനുമായി നമ്മുടെ ജീവിതം പങ്കിടാനും അങ്ങനെ ആഴമായൊരു ബന്ധത്തിലേക്ക് തൻ്റെ സൗഹൃദത്തിലൂടെ ക്രിസ്തു എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. എന്നാൽ ഈ സൗഹൃദത്തിന് ഒരു ദൗത്യമുണ്ട്. ഈശോ കൽപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അവൻ്റെ സ്നേഹം സാധാരണ സ്നേഹമല്ല, അത് ത്യാഗപൂർണമായ സ്നേഹമാണ്. കൊടുക്കാനും ക്ഷമിക്കാനും സേവിക്കാനും ഒക്കെ മനസ്സാകുന്ന വലിയ സ്നേഹമാണ്. ആത്യന്തികമായി കുരിശിലേക്ക് നയിക്കുന്ന സ്നേഹമാണത്. അതുകൊണ്ടാണ് നോമ്പുകാലം വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്നത്. ക്രിസ്തുവുമായുള്ള നമ്മുടെ സൗഹൃദത്തെ ദുർബലപ്പെടുത്തുന്ന സംഗതികൾ, അതായത് പാപം, സ്വാർത്ഥത, അഹങ്കാരം, ഇവയൊക്കെ നീക്കം ചെയ്യുവാനും ജീവൻ നൽകുന്ന അവൻ്റെ സ്നേഹത്തിലേക്ക്, സൗഹൃദത്തിലേക്ക് മടങ്ങാനും ഈ പുണ്യ സമയം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും മാറ്റം സംഭവിക്കുന്നു. നാം കൂടുതൽ ക്ഷമയുള്ളവരും കൂടുതൽ അനുകമ്പയുള്ളവരും കൂടുതൽ സേവന സന്നദ്ധരുമായി മാറുന്നു. നാം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു. കാരണം ജീവിതാന്ത്യത്തിൽ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റേതാണെന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ അടയാളം ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ
എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുവോ എന്നതിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.